തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വീണ്ടും പുറത്തുവരികയാണ്. അതേറെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നിലവിൽ 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ രാഷ്ട്രീയ പാർട്ടികൾ സമർപ്പിച്ച കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തെല്ലാമാണവ? അതായത് 2017-18 സാമ്പത്തിക വർഷത്തിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന യാതൊരു വിവരവും നേരത്തെ പുറത്തു വന്നിരുന്നില്ല. ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരങ്ങൾ അത്രയും ഉണ്ടായിരുന്നത് 2018-19 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ട കണക്കുകളായിരുന്നു. പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടുതലായി പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചുകൊണ്ട് ആദ്യ വർഷത്തിൽ, അതായത് 2017-18 സാമ്പത്തിക വർഷത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കിട്ടിയ ആകെ തുക എന്ന് പറയുന്നത് വെറും 5 കോടി രൂപ മാത്രമാണ്. പക്ഷേ അതേസമയം BJP, അന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJPക്ക് കിട്ടിയത് 210 കോടി രൂപയാണ്. എന്നാൽ തൊട്ടടുത്ത വർഷത്തേക്കും അതിൻ്റെ കഥ മാറുകയാണ്. കാരണം അതൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ആ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ BJPയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 1450 കോടി രൂപയാണ്. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 383 കോടി രൂപയും. കണക്കുകൾ നോക്കുകയാണെങ്കിൽ വലിയ ശതമാന മാറ്റമുണ്ടായത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലാണ്. ആദ്യം 5 കോടിയിൽ നിന്ന് 383 കോടി രൂപയിലേക്ക് വളർന്നു. BJPയുടെ അക്കൗണ്ടിലേക്കാണെങ്കിൽ 210 കോടിയിൽ നിന്ന് 1450 കോടിയിലേക്കും വളർന്നു. തുക വലുതായത് BJPയുടെ അക്കൗണ്ടിലും ശതമാനം വലുതായത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുമാണ്. മറ്റൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇത് 2019-2020 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ വേറൊരു വലിയ വ്യത്യാസം കൂടി ഉണ്ടായി. അതായത് BJPയുടെ അക്കൗണ്ടിലേക്ക് എത്തിയ തുക 2555 കോടി രൂപയിലേക്ക് എത്തി. നേരെ മറിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പണം പൂർണ്ണമായി തിരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്.